തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പ് 24-ന്. DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ വായ്പ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കുറിപ്പിലുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. മരണശേഷം മകൻ കാണാൻ സലിതകുമാരി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് വൈകാരികമാണ്. മോനെ എനിക്കിനി ജീവിക്കേണ്ട എന്നാണ് ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത്. ജോസ് ഫ്രാങ്ക്ലിൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന കുറിപ്പിലെ 2ാം വരി. മുട്ടക്കാട് ജംഗ്ഷനിൽ ബേക്കറി നടത്തിയിരുന്ന സലിതകുമാരിക്ക് കടബാധ്യതകളുണ്ടായിരുന്നു. കടം തീർക്കാൻ ലോൺ ശരിയാക്കുന്നതിനു വേണ്ടി നെയ്യാറ്റിൻകര തൊഴുക്കലുള്ള ജോസ് ഫ്രാങ്ക്ലിന്റെ ഓഫീസിലെത്തിയപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആത്മഹത്യാക്കുറിപ്പിൽ. പിന്നീട് വായ്പയുടെ ആവശ്യത്തിന് പോകുമ്പോൾ മകനെയും കൂടെ കൂട്ടിയത് പേടികൊണ്ടാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ്. ഭർത്താവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ലോണിന്റെ ആവശ്യം എന്തായി എന്ന് ചോദിച്ചാൽ എപ്പോൾ വരും, ഇറങ്ങിവ എന്നൊക്കെ പറയും. ജോസ് ഫ്രാങ്ക്ലിനെ കാരണം ജീവിക്കാൻ വയ്യെന്നും ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് ആത്മഹത്യാക്കുറിപ്പ് അവസാനിക്കുന്നത്. 1.5 ആഴ്ച കഴിഞ്ഞിട്ടും വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ ഒഴിഞ്ഞുമാറൽ. എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഗൗരവമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അല്ല, പോലീസ് കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നിടത്തോളം കാലം ന്യായമായും നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ജോസ് ഫ്രാങ്ക്ലിന് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ദിവസങ്ങൾ ജോസ് ഫ്രാങ്ക്ലിനെ അറസ്റ്റ് ചെയ്യാതെ മുൻകൂർ ജാമ്യം നേടാൻ അവസരമൊരുക്കിയെന്ന ആക്ഷേപവും ശക്തമാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.